റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ബുക്കിൽ റോബർട്ട് കിയോസാക്കി പറയുന്ന 9th ലെസൺ ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ആർ എവരിവെയർ. അവസരങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് കാണാനുള്ള കഴിവുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു മാർക്കറ്റിൽ പോകണം. നല്ല തിരക്ക് പിടിച്ച മാർക്കറ്റാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റി. പക്ഷെ അത് കഴിഞ്ഞ ശേഷം അവർക്കൊരു ചായ കുടിക്കാൻ നോക്കുമ്പോൾ ഒരു ചായ കട അവിടെ കാണാനില്ല. കുറേ നോക്കി കാണാനായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തിരിച്ചു കടന്നു. അപ്പോൾ ആദ്യത്തെ ആളങ്ങനെ പോകുമ്പോൾ രണ്ടാമത്തോളം പറഞ്ഞു, നീ വിട്ടോ, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. ആൾ വീണ്ടും തിരിച്ച് മാർക്കറ്റിലേക്ക് ഒന്നുകൂടി നടക്കുകയാണ്. ഒന്നുകൂടി അവിടെ വന്നു വെച്ചാൽ 2-3 പേരോട് ചോദിച്ചു, ഇവിടെ എവിടെയാണ് ചായക്കടി ഉള്ളത്? അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ചായക്കടി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴുണ്ട് അവിടെ എൻ്റെ ഒരു ഷട്ടർ റൂം ഇങ്ങനെ ഒഴിഞ്ഞു വെക്കണം. അപ്പോൾ ഇതെന്താ അവിടെ അടച്ചിട്ടിരിക്കുന്നത്? അയാളിപ്പോൾ തുറക്കാറില്ല, അയാൾ അത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ഉടനടി എൻ്റെ ഓണർ കണ്ടുപിടിച്ച് ആൾ അവിടെ ഒരു ചായക്കട അവിടെ തുടങ്ങണം. എന്ത് സംഭവിച്ചു? ഇത്രയും വലിയൊരു മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു ചായക്കട കൊണ്ടുവച്ചു ഭയങ്കരമായിട്ടുള്ള തിരക്കായി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്തു. സത്യത്തിൽ ഈ ഒരു കാര്യം ആലോചിക്കുക, രണ്ടുപേരും ഒരേ സ്ഥലത്താണ് പോയത്, ഒരേ കാഴ്ചയാണ് കണ്ടത്. പക്ഷെ ഒരാൾ കണ്ടത് പോലെ രണ്ടാമത് കാണും. അയാളുടെ ട്രെയിൻഡ് മൈൻഡിൽ കൃത്യമായിട്ട് അവിടെ ഒരു അവസരം ഉണ്ടെന്ന് ആൾ കാണാൻ വേണ്ടി പറ്റി. ഇതേപോലെ നമുക്ക് ഓരോരുത്തർക്കും പറ്റും. നമ്മൾ കൃത്യമായിട്ടുള്ള വായനയിലൂടെ, ഒരുപാട് ട്രെയിനിങ്ങിലൂടെ, മറ്റുള്ള ആളുകളുടെ എക്സ്പീരിയൻസിലൂടെയൊക്കെ നമുക്ക് ഇത് വളരെ നേടാൻ വേണ്ടി പറ്റും. ഫോറിൻ ബിസിനസ് ക്ലബിലേക്ക് വരുന്ന ആളുകൾ ഇന്ന് 1000-ലധികം മെമ്പർമാർ നമുക്കുണ്ട്. അപ്പോൾ അവിടെ മുഴുവൻ എക്സ്പീരിയൻസിൽ കേൾക്കുമ്പോൾ ഒരുപാട് ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിലേക്കും വരാനുള്ള സാധ്യതയും അവിടെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഒരു കാര്യം ചെയ്യാം. താഴെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാം. താഴത്തെ ഒന്ന് കമൻ്റ് അടിക്കുക. അപ്പോൾ അടുത്ത ലെസൺ അല്ലെങ്കിൽ അവസാനത്തെ ലെസണുമായിട്ട് നമുക്ക് നാളെ വീണ്ടും